നമ്മളെയൊക്കെ ഏറ്റവും കൂടുതൽ ഹാപ്പിയാക്കുന്നത് എന്താണെന്ന് പറയട്ടെ? മനസ്സമാധാനം. അങ്ങനെ മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടപ്പെട്ട ഫുഡുകൾ കഴിക്കാം, ഒരുപാട് സ്ഥലങ്ങൾ കാണാം. അതിനായി ഒരു ദിവസം മാറ്റി വെച്ചുകൂടെ? എനിക്ക് പ്രിയപ്പെട്ട ഒരാളുണ്ട്. അയാളും ഞാനും കൂടെ സമാധാനത്തിന് വേണ്ടി കുറേ യാത്രകൾ പോകാറുണ്ട്. അതിലൊന്നാണിത്. ഇതെവിടെ കിടക്കട്ടെ. രാവിലെ തൊട്ട് നല്ല മഴയുള്ളൊരു ദിവസം. റെയിൻകോട്ടൊക്കെ ഇട്ട് നമ്മൾ രണ്ടുപേരും യാത്ര തുടങ്ങി. നല്ല വിശപ്പ്, അതുകൊണ്ട് തന്നെ ഫുഡ് കഴിച്ച് നമുക്ക് യാത്ര തുടങ്ങാം. പഴയ ലക്കിടിയിലെ മലബാർ സിറ്റി റെസ്റ്റോറൻറ്റിൽ നിന്ന് നമ്മൾ നെയ്ച്ചോറും ചിക്കൻ കറിയാണ് കഴിച്ചത്. നല്ലതായിരുന്നു കേട്ടോ. അങ്ങനെ അത് കഴിച്ച് നമ്മൾ നമ്മുടെ യാത്ര തുടർന്നു. ഗൈസ്, ഇതാണ് നമ്മുടെ പാലക്കാട്, നമ്മുടെ ആക്ച്വൽ പാലക്കാട്. ഇതിലൂടെ യാത്ര ചെയ്യുന്നവർക്കെല്ലാം ഇവിടെ ഇങ്ങനെയാണ്. തൊട്ടപ്പുറത്തും ഇപ്പുറത്തൊക്കെ മരങ്ങളും പാടങ്ങളൊക്കെ കാണാൻ കഴിയും. നമ്മുടെ ലക്ഷ്യസ്ഥാനം മീൻവള്ളം വാട്ടർഫോൾസ് ആയിരുന്നു. പക്ഷേ കനത്ത മഴയായതുകൊണ്ട് തന്നെ അവിടേക്ക് പോകുന്നത് റിസ്ക്കാണ്. അപ്പോൾ നമുക്കത് പോകാൻ പറ്റിയില്ല. നമ്മൾ പ്ലാനൊന്ന് മാറ്റി പിടിച്ചു. എന്തായാലും ഇറങ്ങിയതല്ലേ, ഒന്ന് കറങ്ങിയിട്ട് വരാം. അങ്ങനെ പാലക്കാട് സ്റ്റുഡിയോയിലെത്തി. സ്റ്റുഡിയോക്ക് ഒന്ന് അരിച്ചു പെറുക്കി ഒന്നും വാങ്ങാതെ പോന്നു. അതാണല്ലോ നമ്മുടെ പോളിസി. ഏത് അങ്ങനെയൊന്നുമല്ല കേട്ടോ, അങ്ങനെ ഒന്നും കിട്ടിയില്ല, അതുകൊണ്ടാണ് വാങ്ങാതെ വന്നത്. ഇത് പാലക്കാട് സ്റ്റുഡിയോ ആണ്. നമ്മൾ പൊതുവെ ഒറ്റപ്പാലം സ്റ്റുഡിയോ എന്നാണ് കൂടുതൽ സാധനങ്ങൾ വാങ്ങാറ്. പക്ഷേ ഇവിടെ ഒന്നുകൂടെ നല്ല കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒറ്റപ്പാലത്തിനെ അപേക്ഷിച്ച് ഇവിടെ നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. എന്തായാലും ഒരു മിറർ കണ്ടതല്ലേ, എന്നാൽ മിറർ സെൽഫി എടുത്തേക്കാം. മിറർ വീഡിയോ. യാത്ര തുടങ്ങിയത് ഫുഡിലാണ്, എന്നാൽ പിന്നെ യാത്ര അവസാനിക്കുന്നത് ഫുഡിലായിക്കോട്ടെ. അങ്ങനെ നമ്മൾ കല്ലേക്കാടുള്ള ഹാപ്പി കഫേയിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ ആംബിയൻസിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല കേട്ടോ. പുള്ളി സ്ഥലം. സൺഡേ ആയതുകൊണ്ട് തന്നെ സ്നാക്സൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ റൊമാനിയൻ ഷവർമയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്ന റോള്. ഫുഡിൻ്റെയൊക്കെ പ്രൈസ് കുറച്ച് കൂടുതലാണെങ്കിലും അവിടുത്തെ ആംബിയൻസ് ഞാൻ പറഞ്ഞല്ലോ, ഒരു രക്ഷയില്ലായിരുന്നു. ഇത്തിരി കഴിഞ്ഞപ്പോൾ ചായയും കോഫിയും വന്നു. അതിനു പിന്നാലെ ഷവർമയും വന്നു. ചിക്കൻ ഫില്ലിങ്സിനെക്കാട്ടിലും വെജ് ഫില്ലിങ്സ് ആട്ടോ കൂടുതലുണ്ടായിരുന്നത്. ഇറ്റ്സ് ഓക്കെ, ഷവർമയൊക്കെ അല്ലേ കഴിക്കുന്നത്, അപ്പോൾ നമ്മൾ കുറച്ച് ഹെൽത്തി ആയിട്ടിരിക്കണമല്ലോ അല്ലേ, അതായിരിക്കാം. ദേ വീണ്ടും മിറർ. എന്നാൽ പിന്നെ ചടങ്ങ് തെറ്റിക്കണ്ട. അപ്പോൾ പറഞ്ഞതൊന്നും മറക്കണ്ട. ബൈ.